ഗോവയിലെ ഡോൾഫിൻ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വള്ളത്തിൽ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബാണ് ഈ സ്ഥലം. ഗോവ ടൂറിസത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഒരു ഇനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോൾഫിൻ പോയിന്റില് കടലിന്റെ ഉള്ളിലേക്ക് ഇതാ ഡോൾഫിനുകളെ കാണാനായിട്ട് ഞങ്ങൾ വള്ളത്തിൽ പോവുകയാണ്. കോന്മാരുടെ മീൻപിടുത്ത വള്ളത്തിൽ ഒരു ഡോൾഫിനെ എവിടെയും കാണാനില്ല. ഉള്ളിൽ കുറച്ച് ഡോൾഫിനുകളെ കാണാൻ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് അടിവെച്ച് മുന്നോട്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടെ ഇടക്കിടക്ക് വെള്ളക്കെട്ടിനിടയിലൂടെയുള്ള യാത്ര പോലെ അനുഭവപ്പെടുന്നു. തിരമാർഗത്തിലൂടെ മനോഹരമായ ഈ യാത്ര വളരെ സൂപ്പറായിരുന്നു. എന്താ പറയാനുള്ളത്? വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടലിന്റെ അഗാധതയിലേക്ക് അതാ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഗാധത മീൻസ് കടലിന്റെ ഉൾക്കടലിലേക്ക്. അതാ മതിലുകളെ പോലെ അല്ലെ, മതില് പോലെ ഞങ്ങൾ ധന്യരായി, ഞങ്ങൾ കൃതാർത്ഥരായി. ശരി, പറയണ്ട പറയണ്ട എല്ലാം പറയണ്ട. ഏതാണ് വൻ തിരമാലകളാണ്. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ടുള്ള വള്ളത്തിലുള്ള യാത്രയിലാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. വള്ളം ചാടി പൊന്തുന്നത് കാണാൻ വൻ തിരമാലകള്. വള്ളം പോണ വരുന്നുണ്ട്. അടുത്തത് വലിയൊരു തര നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരല്പം ക്രോസ് ചെയ്താ പോണേ, കണ്ടോ? അല്ല, തിരമാലയ്ക്ക് ലംബായിട്ടല്ല പോണേ, അല്പം ചെരിഞ്ഞാ പോണേ. അതാ ഇത് പറയാൻ, ഇടി പറയാൻ വേണ്ടി തിരമാലേന്ന് ചെരിഞ്ഞു ക്രോസ് ചെയ്യണ കണ്ടോ? നമ്മള് നേരത്തെ പോയ ഫോർട്ടിനെ കാണുന്നു, ലൈറ്റ് ഹൗസ് കാണുന്നു. അഗോഡ ഫോർട്ട്, അഗോഡ ഫോർട്ടാണ് ദൂരെ കാണുന്നത്. വള്ളത്തിൽ നിന്ന് കടലിൽ നിന്ന് ദൂരെ കാണുന്ന അഗോഡ ഫോർട്ടാണ്. തുരുത്തുകൾ നമുക്ക് കാണാം. രണ്ട് തുരുത്തുകളുടെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് നമ്മൾ. ഇന്ത്യൻ പതാകയാണ് അവിടെ കാണുന്നത്. ഫോർട്ട് മ്യൂസിയം ആണ് ആ ദൂരെ കാണുന്നത്. അഗോഡ ഫോർട്ടിന്റെ താഴെയുള്ളത് 200 രൂപയാണ് ചാർജ്. ആ കൊടി പള്ളി, അതൊരു പള്ളി. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു അനുഭവം, ഇതെങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച്? വളരെ മനോഹരമായി തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇതുവരെ ഈ രീതിയിലുള്ള യാത്ര ചെയ്തിട്ടില്ല. ഹലോ, മലപ്പുറത്തുനിന്ന് വന്ന രണ്ട് യുവമിഥുനങ്ങൾ, എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? യാത്രാനുഭവത്തെ കുറിച്ച് ഒന്നും പറയില്ല. നമ്മൾ ഒരുപാട് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നേക്കിരിക്കുകയാണ്.
എത്രയോ കിലോമീറ്റർ കടലിന്റെ ഉള്ളിലേക്ക് വൻ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് തോണിയിൽ. അതിസാഹസികമായ ഒരു യാത്ര. വൻ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ടുള്ള അതിസാഹസികമായ ഒരു യാത്ര കടലിന്റെ വളരെയധികം ഉള്ളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വളരെ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളാണ്. ഏത് നിമിഷവും നമുക്ക് ഡോൾഫിനുകൾ അറിയുന്നത് കാണാം. വെള്ളം അങ്ങനെ പൊങ്ങണമെന്ന് ഈ വീഡിയോ കിട്ടുമെന്ന് അറിയില്ല. We were riding through the woods with our bikes. We got scared when it got darker at night, 'cause everyone was missing safety lights. So we tried to use a flashlight as a guide. And now I'm standing in an overcrowded train, picturing the times we had as children while the rain is pouring down.